ഹായ്, ഇന്നൊരു ഷവായി കഥ പറയാനായിട്ട് ഞാൻ വന്നത്. ഷവായിക്ക് ഞങ്ങളുടെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞ ഒരു ടൈമിലാണ് അപ്പൊ സാധനത്തിന് ഭയങ്കര ആഗ്രഹം ഒരു സാധനം വാങ്ങണമെന്ന്. അപ്പൊ എൻ്റെ അടുത്ത് അതിങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക, ഷിപ്പിൽ ഇരുന്നിട്ട് അത് വാങ്ങാം വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനാണെങ്കിൽ നമ്മൾ ഫൈനാൻഷ്യലി സ്റ്റേബിൾ അല്ലാത്ത ഒരു ടൈം ആയതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് കുറച്ചുകൂടെ നീട്ടി വെക്കാം, കുറച്ച് കഴിഞ്ഞിട്ട് വാങ്ങാം, അപ്പൊ നമുക്ക് ഇത്രയും ബേർഡൻ വരില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ഫ്രണ്ട്, നമ്മുടെ കോമൺ ഫ്രണ്ട്, അതിന്റെ സനുവിനെയൊക്കെ നന്നായിട്ട് അറിയാം. നമ്മൾ കല്യാണത്തിന് മുമ്പ് തന്നെ നമ്മള് തിക് ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവള് എന്നെ കാണാൻ വന്നപ്പോൾ ഞാൻ അവളുടെ അടുത്ത് ഈ കൺസേൺ പറഞ്ഞു കേട്ടോ, സനു ഇങ്ങനെ പുഷ് ചെയ്യണം ഇത് വാങ്ങാനായിട്ട്. അപ്പം ഐ തിങ്ക് വി ഷുഡ് നോട്ട് ബൈ ദിസ് നൗ ആൻഡ് കീപ് ഇറ്റ് ഫോർ മേ ബി 1 year ലേറ്റർ, അന്നേരം വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി റൈറ്റ് ഡെസിഷൻ എന്നൊക്കെ അവളുടെ അടുത്ത് പറയാണ്. അപ്പൊ എന്റെ ഇതിൽ അവൾ എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരും, സനുവിനെ എങ്ങനെ കൺവിൻസ് ചെയ്യണമെന്നുള്ളത്. എന്നിട്ട് ഇവളിതെല്ലാം കേട്ടിട്ട് എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, സഞ്ജു നിനക്കൊരു ഷവായ കഴിക്കണമെങ്കിൽ നീ എന്താ ചെയ്യാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വിളിച്ച് ഓർഡർ ചെയ്തിട്ട് ഇപ്പൊ വീട്ടിലിരുന്ന് കഴിക്കും, അല്ലെങ്കിൽ പിന്നെ നമ്മൾ രണ്ടുപേരും പോയിട്ട് കടയിൽ പോയിരുന്നിട്ട് നമ്മൾ കഴിക്കും. അപ്പൊ അവളെൻ്റെ അടുത്ത് കണ്ട, നീ ജോലി ചെയ്യുന്നുണ്ട്, അപ്പൊ നിനക്ക് എന്തെങ്കിലും കഴിക്കണം എന്ന് തോന്നുന്നു, നീ അപ്പം തന്നെ അത് പോയിട്ട് ചെയ്യും, ശരിയല്ലേ? പക്ഷെ നീ സനുവിന്റെ കാര്യം ആലോചിച്ച് നോക്കെ, അവൻ പണിയെടുക്കുന്നുണ്ട്, അവൻ എത്ര പൈസ ഉണ്ടാക്കിയാലും അവൻ 7-8 മാസം ആ ഷിപ്പിൽ ഫ്രോസൺ സാധനങ്ങളും തിന്ന് അവന്റെ ഡ്രീംസ് മാറ്റി വെച്ചിട്ട് അവൻ ഇവിടെ വരുമ്പോഴല്ലേ അവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു, അത് ശരിയാണല്ലോ, അവർക്ക് അപ്പപ്പം അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ ഞാൻ ആ ഒരു ഇതിലങ്ങ് വീണു പോയി കേട്ടോ. എന്നിട്ട് അന്ന് തന്നെ സാധനം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഓക്കെ നമുക്കതങ്ങ് വാങ്ങാം, ബുദ്ധിമുട്ടിയിട്ടാണെങ്കിൽ നമുക്ക് ആ കാര്യം അങ്ങ് നടത്താം എന്നൊക്കെ വിചാരിച്ചു. എന്നിട്ട് നമ്മൾ വാങ്ങിയ സാധനം എന്താണെന്നറിയാം, ഈ ഫോട്ടോയിൽ കാണുന്ന സാധനം. ഈ ഫ്രണ്ട് ആരാന്നല്ലേ, ഇപ്പോഴും ഞങ്ങളെ തിക് ഫ്രണ്ട് കേട്ടോ അവള് ഈ വീഡിയോ കാണുമ്പോൾ എന്തായാലും താഴെ കമന്റ് ചെയ്യുന്നുണ്ടാവും. ഷവായി കറങ്ങുന്ന കാണുമ്പോ ഇപ്പോഴും എനിക്ക് ഈ സ്റ്റോറി ഓർമ്മ വരും. നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനത്തെ സ്പെഷ്യൽ ഫ്രണ്ട്സ്? ഉണ്ടെങ്കിൽ കമന്റ്സിൽ എന്തായാലും പറയണേ. ബൈ.